ആന്റണി ചേട്ടാ, സാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി? ആയിട്ടില്ല സാറേ. ഉച്ചയ്ക്ക് സർജൻ തന്നെ നേരിട്ട് എത്തിക്കാന്ന് പറഞ്ഞു. പ്രോമിനൻ്റ് ആയിട്ട് 4 ഫിംഗർ പ്രിൻസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 3 മാച്ച് ഉണ്ട്, ലൂക്ക, മാർട്ടി, സലോമി. പക്ഷെ 4ാമത്തെ ഒരു ലേഡിയുടെ. അത് മിക്കവാറും നിഹാരികയുടേതായിരിക്കാനാണ് ചാൻസ്. നീ ഒന്ന് കൺഫേം ചെയ്തത്. ഓക്കെ സാർ. ചേട്ടാ ഒന്ന് പിടിച്ചേ. ഈ ഡയറിയാന്ന് തോന്നുന്നു. മാർട്ടി സലോമി ഇറങ്ങാൻ നേരത്ത് വന്ന കൊറിയർ. ആ ചേട്ടാ ഇതൊന്ന് പാക്ക് ചെയ്ത് തരാം. ഇത് ചിലപ്പോൾ പല ഡോട്ട്സും ഫില്ല് ചെയ്യാൻ സഹായിച്ചു. ഞാൻ പറയാം സർ. ഓഫീസിൽ നിന്ന് ഒരു 12 മണിയാകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റുമെന്ന് ജയറാം സാർ ചോദിച്ചു. നമ്മുടെ പോസ്റ്റ്മോർട്ടം സർജൻ ആ സമയമാകുമ്പോൾ അവിടെ എത്തും. ഇപ്പം സമയം എന്തായി? ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഇപ്പം തന്നെ എത്താൻ പറ. ശരി. ഹലോ. പിന്നെ അലോഷി, നീ ഇന്നലെ പറഞ്ഞില്ലേ ഇയാളുടെ ഒരു ഇവൻറ്റിന് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന കാര്യം? എന്താ സംഭവം? അത് ഈ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ആൾദൈവങ്ങളെ കളിയാക്കിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പുള്ളിക്കാരെ അവരെ മുണ്ട് മുതൽ കോണകം വരെ അടിച്ചു മാറ്റി വലിയൊരു ക്യാൻവാസ് ഉണ്ടാക്കി അവരെ പടം തന്നെ വരച്ചു. അതും ആ എക്സിബിഷന്റെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ. പിന്നെ ഒരു വട്ടം വല്ലതും വേണം സാർ. അടിപൊളി. എന്നിട്ട് പിന്നീടൊന്നും സംഭവിച്ചില്ലേ? അവര് വേറെ വല്ല കോണവും മേടിച്ചാണ്, അല്ലാതെ എന്നെ നടക്കാനായി നാട്ടില്. എന്താ ചേട്ടാ? അല്ല, അവര് കുറെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയെന്ന് പറയായിരുന്നു സാറേ. തൊപ്പിങ്ങോണ്ട സർ. ഡോക്ടർ നേരിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വിട്ട് റിപ്പോർട്ട് എടുപ്പിച്ചേനെ. ഐ ഗെസ് വി ഹാവ് സംതിങ്. യെസ് സർ, വി ഹാവ് ക്വയറ്റ് സംതിങ്. വിഷമൊള്ളിച്ചെന്നാണ് ആള് മരിച്ചിരിക്കുന്നത്, അത് വായിലൂടെ തന്നെ. ഓഹോ. എന്ത് വിഷമാണെന്നുള്ള കൺക്ലൂഷൻ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ലോ പോയ്സൺ. സ്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു എന്നല്ല, ലൈക്ക് എ സെഡേഷൻ. പതിയെ മയങ്ങി ആ മയക്കത്തിനിടയിൽ സംഭവിച്ച വളരെ സ്മൂത്തായ, എഫേർട്ട്ലെസ് ആയ, പെയിൻലെസ് ആയ ഒരു ഡെത്ത്. 99%ഉം ഇതൊരു ആത്മഹത്യ തന്നെ എന്നാണ് എൻ്റെ കൺക്ലൂഷൻ. അങ്ങനെ ഉറപ്പിക്കാൻ അത് മാത്രം മതി ഡോക്ടർ? പോരാ. There comes a second finding. ലൂക്ക was in his last days. ലൂക്കയുടെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആളുടെ ബ്രെയിനിൽ ഒരു ഓവർ മെച്യൂർഡ് മാലിഗ്നൻസി ഉണ്ടായിരുന്നു. Are you by any chance suspecting brain cancer? യെസ്. ആ ഗ്രോത്തിൻ്റെ ഒരു വിഷ്വൽ അനാലിസിസിൽ എനിക്ക് തോന്നുന്നത് ആൾക്ക് കുറച്ച് ആഴ്ചകൾ, കൂടിപ്പോയാൽ 1-2 മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. സ്വന്തം മരണം ഭയന്നുള്ള സൂയിസൈഡിന്റെ പോസിബിലിറ്റി. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. മീഡിയയോട് നമുക്ക് ഇത് പറഞ്ഞേക്കാം. എന്തു പറയുന്നു അക്ബർ? അയാളുടെ വീട്ടിലെ വർക്കുകളിലൊക്കെ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഒരു ഫൈറ്റിന് പോലും നിൽക്കാതെ പെട്ടെന്ന് സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. ടെർമിനലി ഇല്ലായ ഒരു രോഗി ഏറെക്കുറെ വേറൊരു വ്യക്തിയാണ് അക്ബർ. അയാളുടെ പാസ്റ്റിനെ വെച്ച് പ്രസന്റിനെ റീഡ് ചെയ്യുന്നതിൽ യാതൊരു കഥയുമില്ല. ഇഫ് യു ഗൈസ് ഹാവ് നത്തിങ് എൽസ്, ഷാൽ ഐ മൂവ്? യെസ് ഡോക്ടർ. സർ, ഹിയർസ് ദ റിപ്പോർട്ട്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഒരു സെക്കൻഡ്. ലൂക്കയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ പരിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നത്തിങ് റെലവൻറ്റ്. അയാളുടെ ദേഹത്ത് അധികം ഉണങ്ങാത്ത 1-2 മുറിവുകൾ ഉണ്ടായിരുന്നു, അവിടെ എവിടേക്കായിട്ട്. അത് ആക്ച്വലി മുറിവുകളൊന്നും അല്ല, ചെറിയ പോറലുകൾ. എന്തായാലും അത് ഇന്നലെ ഉണ്ടായതല്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്താടോ, തന്നെ എന്തൊക്കെയോ ബോധർ ചെയ്യുന്നുണ്ടല്ലോ. ഈ തിയറിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ലൂപ്പ് ഹോൾസ് അല്ല സാർ. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞത് സംഭവത്തിന്റെ തലേ ദിവസം വൈകുന്നേരം അവരവിടെ നിന്ന് പോരുമ്പോൾ കുറെ നാളുകൾ കൂടി ലൂക്കയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, കുറച്ച് നാളായിട്ട് അവിടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞിടത്തോളം അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു 2 ആഴ്ച മുമ്പ് ഓൾ ഓഫ് എ സഡൻ ഈ പെൺകുട്ടി അവിടെ നിന്ന് പോയി എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. സോ ഈ പറഞ്ഞ കക്ഷിയൊന്നും കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു പ്ലീസ് പ്രൊസീഡ്. തൽക്കാലം ഓട്ടോപ്സി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഞാൻ പ്രശ്നോട് പറയാം. അല്ലെങ്കിൽ സ്വൈര്യം തരില്ല. അവരുടെ മൈൻഡും കുറച്ച് വർക്ക് ചെയ്യട്ടെ. അപ്പോൾ താൻ ചെല്ലേ. ഓക്കെ സർ. യാ. ആ മനോജ് പറഞ്ഞ കേസിൽ ലൂക്കയുടെ കൂടെ ഉണ്ടായിരുന്നായിരിക്കില്ലേ സർവൻസ് നമ്മളോട് പറഞ്ഞ പെൺകുട്ടി? ഒരുപക്ഷെ JP നമുക്കൊരു ലീഡ് കിട്ടിയേക്കും. അയാൾ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ.
ആ പിന്നെ ബോഡി ക്ലെയിം ചെയ്യാൻ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ആരും എത്തിയിട്ടില്ല സാർ. കൂടുതൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ കേട്ടറിഞ്ഞിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നമുക്കതും ജയിപ്പി കാണാം. അവൻ ചത്തത് നന്നായി. കൂടെ കൊണ്ട് താമസിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തവനേക്കാം അവൻ ഒറ്റയൊരുത്തം കാരണം എൻ്റെ റിഹമോള് ആത്മഹത്യ ചെയ്തത് എനിക്ക് ഉറപ്പുണ്ട്. ലൂക്കയുടെ കൂടെ താമസിച്ചിരുന്ന നിഹാരിയെ കുറിച്ചാണോ? ആ കുട്ടി ആത്മഹത്യ ചെയ്തോ? എപ്പോ? ഒരാഴ്ചയായി, കഴിഞ്ഞ വെള്ളിയാഴ്ചയായി. എവിടെ വെച്ച്? ബാംഗ്ലൂർ, അവളുടെ വീട്ടിൽ വെച്ച്. എന്നിട്ട് ഈ വിവരം നിങ്ങൾ ലൂക്കയെ അറിയിച്ചിരുന്നോ? എന്തിന്? അവനാരാ? ഓക്കെ, ബൈ ദ വേ മിസ്റ്റർ JP, നിങ്ങൾക്ക് എങ്ങനെ നിഹാരികയെ അറിയാം? മിസ്റ്റർ അക്ബർ, നിഹ എൻ്റെ മരുമകളാണ്. എൻ്റെ ഒരേ ഒരു അനീതിയുടെ മകൾ. ഞാൻ വളർത്തിയ കുട്ടിയാവള്, മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട്. അവളെയാണ് സ്കൗണ്ടർ. വി ആർ യെറ്റ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ ഷോക്ക്. ആ സ്കൗണ്ടറിനെ പറ്റി ഒന്നും പറയാനില്ല. ബട്ട് നിഹ, ഞങ്ങൾ അടുപ്പുള്ളവരൊക്കെ അവളെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, നിഹാരിക ബാനർജി. ബാനർജി? അതൊരു ബംഗാളി പേരല്ലേ? അതെ, ജയസുധ വിവാഹം കഴിച്ചത് ഒരു ബംഗാളിയാണ്, അശുതോഷ് ബാനർജി. ബംഗാളി റൈറ്ററാണ്. പഠിച്ചിരുന്ന കാലത്തുണ്ടായ പരിചയ. നെഹയുടെ 3-ാമത്തെ വയസ്സിൽ ഹി പാസ്ഡ്. ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. പിന്നെ അധികം നാൾ അവർ കൽക്കട്ട നിന്നില്ല. ബാംഗ്ലൂർ ഫിലോമിനാസിൽ ജയസുധയ്ക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവരോടെങ്കിൽ സെറ്റിൽ ചെയ്തു. നിഹ പഠിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. അമ്മ മാത്രം ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഒരല്പം സീരിയസ് ആയിരുന്നു അവൾ ചെറുപ്പം മുതൽ. അച്ഛനെ പോലെ എഴുതും വായനയൊക്കെ ആയിട്ട് അവളുടെ ഒരു ലോകത്ത്. സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ അവൾ അമ്മയുടെ വഴിക്ക് അക്കാഡമിക്സിലായി താല്പര്യം. പിന്നെ മാസ്റ്റേഴ്സ്, PhD. JPയോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനാണോ നിഹാരിക കൊച്ചിയിലേക്ക് എത്തിയത്? അല്ലല്ല, അവൾ വന്നത് PhD ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ടാണ്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിരുന്നു അവളുടെ റിസർച്ച്. ഇവിടെ 2 മാസമായിട്ട് ക്യുസാറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലായിരുന്നു. ഇവിടെയായിരുന്നു താമസം. അതിനിടയ്ക്കാണ് അവനെ കാണുന്നതും ഒരു ദിവസം അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത്. പോയതിനു ശേഷം നിങ്ങൾ അമ്മയെ കണ്ടിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ അവൻ്റെ ഒപ്പം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അടുത്ത് കിട്ടിയ ദിവസം അവളെ തിരിച്ചു വിളിക്കാൻ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ കൂടുതൽ സംസാരിക്കാൻ അവൻ സമ്മതിച്ചില്ല. അവളെ വിളിച്ചിട്ട് പോയി. ഈ സംഭവം നടന്നത് ഡ്രീംസിൽ വെച്ച് നടന്ന ഒരു പാർട്ടിക്കിടയിലല്ലേ? അതെ. അത് നിങ്ങളെങ്ങനെ? ലൂക്ക നിങ്ങളുമായിട്ട് ഒരു പാർട്ടിക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതിനുശേഷം നിങ്ങൾ ലൂക്കയെ നിഹാരികയോ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അറിയുന്ന അവൾ ബാംഗ്ലൂർക്ക് തിരിച്ച് പോയിന്നാ. അവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടായിരിക്കും. പക്ഷെ തിരിച്ചു വന്നത് പഴയ നിഹ ആയിരുന്നില്ല. എപ്പോഴും മുറിക്കകത്തും പൂട്ടിയിരുന്ന് അവസാനം നിഹാരിക സൂയിസൈഡ് ചെയ്ത് എങ്ങനെയാ? വിഷം കഴിച്ച്. രാവിലെ ജയ പുറത്ത് കാണാതെ അകത്ത് കയറി നോക്കിയപ്പോൾ ഡീപ്പ് സ്ലീപ്പ് ലെവൽ അവൾ കിടക്കുകയായിരുന്നു. എല്ലാം കാരണമാണ് സാർ. അവനാ അവളെ കൊന്നത്. റിലാക്സ് JP, ഐ ആം സോറി ഫോർ യുവർ ലോസ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പക്ഷേ നമ്മളിത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും 2-3 പ്രാവശ്യം കൂടെ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇതൊന്ന് സോൾവ് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കായിരിക്കും. ഓക്കെ, സോറി. സോറി. കുറുപ്പേ സർ, അയാളോട് നിഹാരികയുടെ ബാംഗ്ലൂർ അഡ്രസ്സ് ഒന്ന് എഴുതി വാങ്ങിച്ചു. ബാംഗ്ലൂരല്ലേ? ആ, ഇയാൾ നമുക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. നിനക്കെന്തോ ബാംഗ്ലൂർ കണക്ഷൻസ് ഇല്ലേ? നീ ആ അഡ്രസ്സ് വെച്ച് ബാംഗ്ലൂരിലെ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് നിഹാരികയുടെ ഡെത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. ഇനി അവർക്ക് പറയാനുള്ള കഥ എന്താണെന്ന് കൂടെ കേട്ടു നോക്കാം. ശരി. ആ, ഇതാ സാറേ ഡയറി. ആ എടാ, പിന്നെ ലൂക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ ആശാൻ, ശിവൻ. ആളെ കിട്ടിയിട്ടില്ല. പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു സംഗതില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, എന്താ ശ്രീസായി ബിൽഡേഴ്സ്, ആ, അവരുടെ കൺസേൺഡ് ആൾക്കാരെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ
അടുത്ത ദിവസത്തേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വയ്ക്കും. ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കി ഇടണ്ട. ശരി സാർ. എന്നാൽ നിങ്ങൾ വിട്ടു, നാളെ കാണാം. സാറിന്ന് നേരത്തെയാണല്ലോ. ലൂക്ക, നീ അവിടെ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. നീ വിഷമിക്കുന്നതിൻ്റെ 100 ഇരട്ടി പെയിനുണ്ട് എനിക്കിപ്പോൾ. ഒന്നാമത് നീ കൂടെയില്ല, എന്നെ കൂടെ ഇരിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിടുകയും ചെയ്തു. അതുപോട്ടെ, നിന്നെ ഹാപ്പിയാക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ലെറ്ററിൻ്റെ കൂടെ. പലതവണ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ വായിക്കാൻ നോക്കി എൻ്റെ ആ ഡയറി ഇല്ലേ, അതാണ് സംഭവം. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ, ഇത് വായിക്കാനുള്ളൊരു പാകതയും പക്വതയൊക്കെ വരുമ്പോൾ ഇത് ഞാൻ നിനക്ക് തരുന്നു. പിന്നെ ഇതിൽ ഞാനും നീ മാത്രമേ ഉള്ളൂ. നമ്മൾ വഴക്കിട്ട് പരിചയപ്പെട്ട ആദ്യത്തെ ദിവസം എനിക്ക് തോന്നിയൊരു കൗതുകം. അന്നത്തെ ഒരു ദിവസത്തിൽ തീരില്ല നമ്മുടെ പരിചയം എന്നൊരു തോന്നൽ. അതിൽ തുടങ്ങിയ എഴുത്താണ്. നമ്മുടെ ഇടയിൽ നടന്ന കുസൃതികളും ചെറിയ വഴക്കുകളും നിന്റെ ചില തല്ലുകൊള്ളിത്തരങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. ഈ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇത് മുഴുവൻ വായിക്കും. ഇതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യും. കഴിയുമ്പോൾ നിനക്കെന്നെ കാണാൻ തോന്നും. അപ്പോൾ ഇങ്ങ് പോരും, നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നിഹ. ലൂക്ക, എന്തൊരു ഷോർട്ട് ടെമ്പേർഡ് ആടോ താൻ. താനൊരു ആർട്ടിസ്റ്റ് അല്ലേ? കുറച്ച് വിമർശനങ്ങളൊക്കെ കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കണ്ടേ? എന്തോ ഒരു അലമ്പായിരുന്നു ഇന്നവിടെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളൊരു കഥയില്ലാത്ത കക്ഷൻ. ഈ ദേഷ്യമൊക്കെ ചുമ്മാ ഫേക്കല്ലേ. താൻ ചിലപ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആവാൻ സാധ്യതയുണ്ട്. അത് നോക്കിയേ, അതോ? നല്ല രസമുണ്ട്. പിന്നെ വാ അങ്ങോട്ട് പോവാം. എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാവാതെ നല്ലൊരു സൺഡേ. നീ എന്തിനു വെറുതെ ഇതൊക്കെ കാണാൻ എന്നെ പിടിച്ചോണ്ട് വന്നേ? നീയല്ലേ പറഞ്ഞ നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഷോപ്പിംഗ് പ്ലാനിനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെ. നിനക്ക് ഇൻസ്റ്റാളേഷൻസ് എല്ലാം ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പുറത്ത് നല്ല പെയിന്റിങ്സ് ഉണ്ട്, അവിടെ കിട്ടും. ബെസ്റ്റ്. കെട്ടി തൂക്കിയിട്ടേക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകല്ലോ ഒരു പെയിന്റ്. അയ്യേ, ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഇതിനും എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. തേങ്ങയാണ്. ഇവർക്കൊക്കെ വല്ല നല്ല സീനറിയോ നമ്മളെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ തട്ടിക്കൂട്ടും. ഈ 2 എക്സ്ട്രീംസ് ഞാൻ ഇതിലൊക്കെ കാണുന്നുള്ളൂ. എന്താ തട്ടിക്കൂട്ടോ? ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്തിലാണെന്ന് അറിയുന്നത് എനിക്ക് 2 മാസം. 2 മാസമോ? ഇതിനോ? ഒന്ന് പോവാശേ. അല്ല, പണിയറിയില്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തുനിന്ന് വരും. അല്ല, നീ വലിയ ആർട്ട് ലവറാന്നല്ലേ പറഞ്ഞേ? ഇതിലേക്ക് നോക്കിയിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്നൊന്ന് പറഞ്ഞേ. ഇതെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യമുള്ളവരോട് വന്ന് ഇത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാനും ബുദ്ധിജീവി ചമയാനും വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ലോ. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുവല്ലോ എഴുതി വെച്ചുകൂടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാക്കട്ടെ, മിനിമം സെൻസറുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അല്ല, താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്? അല്ല, സീൻ ഇറക്കാൻ കെട്ടിയെടുക്കണം. അവിടെ ഫുള്ള് പ്രശ്നമാണ്. ഇങ്ങോട്ട് പോയാൽ വഴി കാണിച്ചു തരാം. ആരെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമല്ലോ. എങ്ങോട്ട് പോകണം? ഈ ഫ്രോഡിന്റെ മൂടുന്നായി നടക്കുന്നത് ചെയ്യാൻ നിങ്ങളൊന്ന് മാറുന്നേ, ഒന്ന് സഹകരിക്കും പ്ലീസ്. ഇങ്ങ് വന്നേ. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയൊക്കെ വന്നേ.
കാണിച്ച മഹാബോറായി പോയി. പക്ഷെ നീ കണ്ടതല്ലേ എന്തൊരു ദേഷ്യം ആരോഗ്യൻസും ഒക്കെ ആയിരുന്നു അയക്ക്. കഴിവുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഓവറാവാനൊന്നും പാടില്ല. ആണല്ലേ? നീ കഷ്ടപ്പെട്ട് ചെയ്ത് നിന്റെ റിസർച്ച് മെറ്റീരിയൽ കൊണ്ട് നീ നിന്റെ ഗൈഡിൻ്റെ അടുത്ത് പോവാ. അപ്പം അയാൾ നിന്റെ മുഖത്ത് നോക്കി പറയുന്നത് 10 പൈസയെ കൊള്ളൂലെന്ന്. നീ എന്ത് ചെയ്യും? അയാളെ കൊല്ലും ആയിരിക്കും. ആണല്ലേ? അത്ര അയാളും ചെയ്തുള്ളൂ. ഒരു സോറി പറയണോ? പറയുന്നത് നല്ലതാ, പക്ഷെ നീ ഇപ്പം അയാളടുത്ത് ചെന്നാൽ തല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോണ്ട. ഹലോ, ഏയ് അതെ, നമുക്ക് പോണ്ടേ? എനിക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അതെ, ഒരു കാര്യം ചെയ്തോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതൊന്ന് സോൾവ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ബൈ. കാണാം. ബൈ. വേറൊരു പടം കിട്ടില്ല, അയാളുടെ തുണിയില്ലാത്ത പടം തന്നെ വരച്ചു വെക്കാൻ. നീയൊക്കെ ഇവന്റെ വലിയ സപ്പോർട്ട്. കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം. ഞാൻ അവിടെ ഉണ്ടാവും. ഒന്ന് പറയണ. എക്സ്ക്യൂസ് മീ. എടോ, തനിക്ക് ബന്ധമുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്കൊരു കോഫി കിട്ടിയ. അതിന് എടോ ഞാനിപ്പോ എന്താ? എടോ ചിൽ. അതെ, നേരത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ താൻ പെട്ടെന്ന് കയറി ദേഷ്യപ്പെട്ടു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറായിരുന്നു. ഐ എം റിയലി ഭയങ്കര. എടോ, താൻ നേരത്തെ പറഞ്ഞ പോലില്ലേ, എനിക്ക് തീരെ താല്പര്യമോ വിവരമോ ഒന്നും ഇല്ലാത്തൊരു ഫീൽഡാണ്. കൂടെ കണ്ട് ഫ്രണ്ടില്ലേ, അവൾ പിടിച്ച് കയറ്റിയതാ. എന്നിട്ട് ട്രെയിൻ മിസ്സാവുമെന്ന് പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു. സത്യമായിട്ടും ഇനി മേലെ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഉറപ്പാണോ? ആ ഇനി മേലാലെങ്കിലും എക്സിബിഷൻ എഴുത്ത് വന്നത് മാത്രമല്ല അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടിപ്പോരും. ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേണേ കാപ്പി പിടിക്കാൻ പോവാം. എൻ്റെ പേര് നിഹാരിക. ക്ലോസ് ആയിട്ടുള്ളവർ നിഹ എന്ന് വിളിക്കും. ഇവിടെ ഒരു റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ടാണ്. ലൂക്ക. ക്ലോസ് ആയവരും ക്ലോസ് അല്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. ഇത് തന്നെ സ്ഥലം, ഇതൊക്കെ തന്നെ പരിപാടി. എടോ, പിന്നെ നേരത്തെ ഇതിനെ ശരിക്കും സോറി കേട്ടോ. ആ ആർട്ട് വർക്കിന് എന്തിനാ അത്രയും ദിവസം എടുത്തതെന്ന് എനിക്ക് ഒന്ന് നേരെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ക്ഷമിച്ചിരിക്കുന്നു. എടോ, സാരമില്ലടോ, അത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരും അക്കാര്യത്തിൽ മോശമല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാത്തിലും കയറിയങ്ങ് പോയി. അത് ശരിയാ, പക്ഷേ തന്നെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഇങ്ങനെ ചാടി കടിക്കാമോ? ഐ മീൻ യു കെൻ ബി കുറച്ചുകൂടി ഓപ്പൺ ടു ക്രിറ്റിസിസം ആൻഡ് ഓൾ ദാറ്റ്. നോ, ഹേയ്, അതൊക്കെ വേറെ ലെവൽ ആൾക്കാരല്ല. ഞാൻ വെറും സാധാ ലോക്കൽ. താൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ എനിക്ക് കയറിങ്ങ് കൊള്ളും, പിന്നെ അവന്മാർക്കും കൊള്ളുന്നുണ്ട്. അവന്മാർ മനസ്സിൽ വിളിക്കുന്ന തെറി ഞാൻ പുറത്ത് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവേ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ എൻ്റെ വകെ ഒരു സോറി പിടിച്ചോ. കുറച്ചധികം എന്ന് പറ. സത്യം പറ ലൂക്ക, എനിക്ക് എത്ര ഫേസസ് ഉണ്ട്. നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത ദിവസം കണ്ട ആ ചൂടൻ ചെറുക്കനെ അല്ലായിരുന്നു നീ ഇന്ന്. ഭയങ്കര സീരിയസ് ആയ ഡീപ്പായ ഒരാൾ. കംപ്ലീറ്റ് പിക്ചർ തന്നെ മാറിപ്പോയി. പക്ഷെ സാരില്ല, അതും ഇതും ഒക്കെ കൊള്ളാം. അന്ന് രാത്രി തോന്നിയത് ഇടയ്ക്കൊക്കെ വിളിച്ച് തല്ലുകൂടാൻ സ്വാതന്ത്ര്യമുള്ളൊരു ഫ്രണ്ടിനെ കുറേ നാളുകൂടി കിട്ടിയെന്നായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ തോന്നുന്നത് വഴക്കൂടാൻ മാത്രമല്ല, ഒന്ന് കാല് തെറ്റിയാ വീഴാതെ താങ്ങാനും നീ മതിയായിരിക്കുമല്ലേ? പിന്നുണ്ടല്ലോ, ചേർത്ത് നിർത്തി 2 വാക്ക് കൂടി പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നീ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആഹാ, ഇതൊരു ചെറിയ എക്സിബിഷൻ സ്പേസ് ആണല്ലോ. അകത്തേക്ക് വരാമോ, അതോ അന്നത്തെ പോലെ ചീത്ത വിളിക്കോ? ധൈര്യമായിട്ട് അകത്തേക്ക് വരാം, പക്ഷെ അവിടെ കാണുന്ന സാധനത്തെ പറ്റി വാ തുറന്നേക്കരുത്. എങ്ങനെ തപ്പിപ്പിടിച്ച് എത്തി ഇങ്ങോട്ട്? അത് എനിക്കൊരു പെയിന്റിങ് വേണമായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ, അവൾക്ക് ആ അലമ്പിൽ അതൊന്നും നേരെ കാണാൻ പറ്റിയില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പം ഞാൻ വിചാരിച്ചു സാറിൻ്റെ ഒരു പെയിന്റിങ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് സാറ് ഭയങ്കര ഇൻ്റർനാഷണലാണ്, അപ്പം നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വന്നതല്ലേ, ഒരു ഓട്ടോഗ്രാഫ് എങ്കിലും വാങ്ങാമെന്ന് വെച്ചു. അതുമില്ല, അതെ, ഇങ്ങനെ അഫോർഡബിൾ അല്ല എന്നൊന്നും പറഞ്ഞ് വരത്തല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. ഓക്കെ, പക്ഷെ വൺ റിസ്ക് ആണ് താൻ എടുത്തിരിക്കുന്നത്. പൊതുവേ ഞങ്ങൾ കലാകാരന്മാർക്ക് സ്ത്രീ വിഷയത്തിൽ ചീത്തപ്പേരുള്ളതാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദരനും സുമുഖനും സിംഗിളുമായ ഒരാൾക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും. നീ അത്ര നീറ്റല്ലെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തില്ല, അന്നോട്ടെങ്കിലും തിരിച്ചു മറിച്ചു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിമം ഒരു 10 ലെക്ചറെങ്കിലും കേട്ടിട്ടുണ്ടോ? ആര്? JP-യോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആളൊരു നല്ല മനുഷ്യനാണെന്നാണോ ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല പുള്ളിക്കനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ചിലപ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആയിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, പുള്ളി ഒരു കിഡിലൻ റൈറ്ററാണ്.
പുള്ളിയുടെ കോളംസിനൊക്കെ മറ്റു പത്രക്കാർക്ക് ഇല്ലാത്തൊരു ഒരു ഭംഗിയുണ്ട്. അങ്ങനെയല്ലേ? എന്താ അങ്ങനെ തന്നെ നിൽക്ക്. എന്താ ഇത് എന്താ തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് വരച്ചോട്ടെ. ഓക്കെ പക്ഷെ അനങ്ങല്ലേ ദോഷം. കഴിയാറായോ? കഴിഞ്ഞില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. കാല് വേനിക്കുന്നുടോ. അനങ്ങനെ നിൽക്ക്. ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ കൂടുതൽ സമയം എടുക്കും. കുറച്ച് ഇല്ലല്ല, പോകാൻ അങ്ങോട്ട്. അയ്യോ, കരിയായി. കൈ ഇവിടെ. ഓക്കെ. കഴിയാറായോ? കഴിയട്ടെ, കഴിവ് പറയാം. എടോ മതി കഴിഞ്ഞോ? കഴിഞ്ഞു. എനിക്കിനി നിൽക്കാൻ വയ്യ. ഫൈനൽ ടച്ച് ഉള്ളൂ. വാ. അയ്യേ, ഇതെന്താ കണ്ണുനീരൊക്കെ? താൻ കരഞ്ഞുകൊണ്ട്. ഞാനോ? ഞാൻ എപ്പോഴാ കരഞ്ഞ? ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരുന്നെ. താൻ കരയുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചിരിയായിരുന്നില്ലേ അത്? താനിത് എന്തൊക്കെയായി പറയുന്നേ? എടോ, അത് ചുമ്മാ മുന്നിൽ കാണുന്നതിലും പകർത്തി വെച്ചിട്ട് കുറെ കളർ വാരിത്തേക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നത് എന്താണോ അതിന്റെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. താനോടെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലായിരുന്നു, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ച് താൻ എങ്ങോട്ടൊക്കെയോ പോയി. പക്ഷെ ആ ആലോചനയും തൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല, കയ്യിലുണ്ടായിരുന്നു. താൻ ആലോചിക്കും തോറും തൻ്റെ മുഖത്ത് ചിരി ഒഴിച്ച് ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരുന്നു. തൻ്റെ കവിളിലെ വെളുത്ത നിറം മാറി ബ്രൗണായി, പിന്നെ അത് ബേബി പിങ്കായി, പിന്നെയും മാറിയത് റെഡായി. തൻ്റെ കണ്ണുകളും ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു. വളരെ സ്പീഡിലൊന്നും അല്ലെങ്കിലും തൻ്റെ കണ്ണുകൾ എന്തോ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ 2 കണ്ണും നന്നായിട്ട് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ വളരെ ഫോഴ്സ്ഫുള്ളി ആ കണ്ണുനീര് താഴെ വീഴാതെ പിടിച്ചു നിർത്തി. ഞാനത് താഴെ വീഴ്ത്തി. അത്രേ ഉള്ളൂ. എടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചുമ്മാ പകർത്തി വരയ്ക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നതിൻ്റെ പിറകിൽ എന്താണോ അതാണ് എൻ്റെ വിഷയം. ഇനി പറ, ഈ വരച്ചിരിക്കുന്നല്ലേ സത്യം? സത്യമായതുകൊണ്ടല്ലേ താനൊന്നും പറയാത്തേ? ലൂക്ക, നീ എന്താ നേരത്തെ എൻ്റെ അങ്കിളിനെ കുറിച്ച് പറഞ്ഞേ? ഒരു ദിവസം നീ അയാളെ ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് അയാളെ ഇവിടെ പിടിച്ചിരുത്തി ആളുടെ പടം വരയ്ക്കണം. അപ്പം ചിലപ്പോൾ അയാളുടെ മറ്റൊരു മുഖം നിനക്ക് കാണാൻ പറ്റും. ബട്ട് ഫോർ ദി ആക്ടർ ഹിയേഴ്സ്, അയാൾ നിന്നെയും പറ്റിക്കും. നീ പറഞ്ഞ ശരിയാ. നേരത്തെ നീ അയാളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും. അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മൊത്തം അയാളെ പറ്റിയാ. അയാൾ ഇല്ലാതാക്കിയ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി. ലൂക്ക, അമ്മ മാത്രമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ബ്രദർ എന്ന് പറയുന്നത് വെറും ഒരു അങ്കിള് മാത്രമല്ല, അച്ഛനെ പോലെ തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മാസവും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മളെ കാണാൻ വരുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്ന നല്ലൊരാൾ, അച്ഛനോളം സ്നേഹിക്കുന്ന ഒരാൾ. പക്ഷെ ഇടയ്ക്കെപ്പോഴോ അയാളുടെ സ്നേഹപ്രകടനങ്ങളുടെയൊക്കെ രീതിയിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. ബദൻ അമ്മയുടെ ബ്രദറും ബെസ്റ്റ് ഫ്രണ്ടും മെൻറ്ററും ഒക്കെ ആയ ഒരാളെ പറ്റി അങ്ങനെ ഒരു കാര്യം അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അമ്മയുടെ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയിരുന്നു അയാൾ. പെങ്ങൾക്കും കൊച്ചിനും വേണ്ടി ജീവിതമൊക്കെ മാറ്റി വെച്ചൊരാൾ. എങ്ങാനും ഞാൻ ഈ ആലോചിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് തോന്നിയതായിരുന്നെങ്കിൽ വീണ്ടും ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് I was being abused all this while. എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം അങ്കിൾ എന്നെ കൂടെ നടക്കാൻ വിളിച്ചു.
പേടിയായിരുന്നു എനിക്ക്. ഒഴിവാകാൻ കുറേ നോക്കിയെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോൾ എനിക്ക് കൂടെ പോണ്ടി വന്നു. ഒരു പബ്ലിക് റോഡിൽ വെച്ച് അയാൾ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ധൈര്യം. നമ്മൾ കുറച്ചു നേരം നടന്നു തുടങ്ങി അയാൾ എൻ്റെ കൈയും പിടിച്ചൊരു ഇടവഴിയിലേക്ക് കയറി. ഒരു പുൽമേട്ടിലായിരുന്നു അന്ന് ചെന്ന് അവസാനിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നിട്ടുള്ള ഏറ്റവും നീളം കൂടിയ വഴിയായിരുന്നു അത്. കാണാവുന്ന ദൂരത്തോളം ഒരാൾ പോലും ഇല്ലായിരുന്നു. അന്നത്തെ എൻ്റെ നെഞ്ചിരിപ്പിൻ്റെ ഒരു വേഗമുണ്ട്, അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പേടിച്ച പോലെ ഒന്നും നടന്നില്ല. എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അതുവരെ എന്നോട് ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയായിരുന്നു അയാൾ. ഒന്നും അമ്മയടുത്ത് പറയരുതെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ലൂക്ക ഒരേ സമയം കൺഫ്യൂസിങ്ങും ഡിസ്റ്റർബിങ്ങും ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അന്ന് ചിലപ്പോൾ എങ്ങാനും അയാൾ അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതെല്ലാം അമ്മയടുത്ത് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ മുന്നിൽ അന്ന് അങ്ങനെ കിടന്ന് കരഞ്ഞൊരാളും അയാളുടെ ഫേസ് സേവ് ചെയ്യാൻ ഇത് എക്സ്റ്റെൻഡ് വരെയും പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അന്ന് അങ്കിളിന് കൊടുത്ത വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. അങ്കിൾ എന്നും അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാ, her only pillar of strength. 12 വർഷം കഴിഞ്ഞിട്ടും ഒന്നുമേ നടന്നിട്ടില്ലാത്ത പോലെ അയാൾ അഭിനയിക്കുന്നത്. പക്ഷെ എനിക്കതിന് പറ്റില്ല. Because I hate him. Because I hate him so bloody much. നീ അന്നൊരു മുറി ഓഫർ ചെയ്തെങ്കിലും അങ്ങോട്ടേക്ക് മാറണം എന്നൊന്നും ഞാൻ ഓർത്തതല്ല. പക്ഷെ നീ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടി തുടങ്ങിയിരുന്നു എനിക്ക്. പിന്നെ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹരാസ്മെൻറ്റ്, അതാ കെട്ടിപ്പൂട്ടിങ്ങ് പോകുന്നത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് തരുന്നൊരു സേഫ്റ്റി ഒരു ഹോസ്റ്റലും തരില്ല എന്നൊരു തോന്നൽ. പിന്നെ ദയവ് ചെയ്ത് ഒരല്പം വൃത്തിയായിട്ട് ഈ വീട് സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇത് എന്താ ഇത് എല്ലാം വാരി വലിച്ച് നിരത്തിയിട്ട് മതി കൊച്ചു പിള്ളേരെ പോലെ. എന്റെ മാറ്റിയേട്ടാ ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ എടുത്തു വെക്കൽ അടിക്കപ്പറക്കലൊന്നും വേണ്ടാന്ന്. അതൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? ഇരിക്കുന്നിടത്ത് ഇരുന്ന ചേച്ചിക്കൊന്നും പറഞ്ഞോളൂ, എത്ര തവണ പറഞ്ഞിട്ടുള്ള കാര്യം അത്. താമ 5 വയസ്സാണ് അതൊക്കെ അവിടെ ഇരിക്കൂലേ? എങ്ങനെ എൻ്റെ കൈ വന്നു അത് ഇവിടെ ഇരിക്കട്ടെ. അല്ല പിന്നെ അപ്പൊ എങ്ങനെ ചെയ്താണ് ആർക്കറിയാം ആർക്കറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ മുറി. ഐ മീൻ നിന്റെ മുറി. അമ്മ ഉപയോഗിച്ചിരുന്ന മുറി ആയതുകൊണ്ട് കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ മുറി മൊത്തം നീയാണല്ലോ. ഫോട്ടോഗ്രാഫ്സ് ആർ ഫ്രെയിംഡ് മെമ്മറീസ്, അമ്മയുടെ ഫിലോസഫി. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സുന്ദരന്മാരായ മോഡൽസ് ഞാനും അപ്പ ആയതുകൊണ്ട് അമ്മ എടുത്തേക്കുന്ന ഫോട്ടോസ് മുഴുവൻ ഞങ്ങളുടെ. അന്നും നല്ല അലമ്പായിരുന്നല്ലേ? പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അന്നും ഇന്നും എന്നും നല്ല കട്ടക്കൂറയാണ്. പിന്നെ ഇവിടെ ഇതിനു മാത്രം ഫോട്ടോസ് ഉണ്ടായിട്ടും നിന്റെ കണ്ണുടക്കിയത് ഈ ഫോട്ടോയിലാണല്ലേ. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അയ്യടാ. ആ പിന്നെ നീ എന്തിനാ നേരത്തെ ആ ചേട്ടൻ്റെ അടുത്ത് ഒച്ച വെച്ചേ? അത് കുറച്ച് ഓവറായി പോയിട്ടോ, ശരിയായില്ല. അത് ശരിയായില്ലല്ലേ? എനിക്ക് തോന്നിയത്. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വീണ്ടും തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം. തമാശയാണോ? നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നില്ലേ? എടോ മാഡം നിഹാരിക ബാനർജി, സംഭവം മാറ്റിയിട്ട് നമ്മുടെ മുത്താണ്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എങ്ങനെ അതിൻ്റെതായ സ്ഥാനത്തോ? ആ മുറിയിൽ ഒരൊറ്റ സാധനം പോലും നിരജോ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ മലങ്കോലമായിട്ട്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാൽ മുറി. ആ കൂമ്പാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എടോ നിനക്കല്ലേ, എനിക്ക് ഇതാണ് പെർഫെക്റ്റ് സിസ്റ്റം. യുനോ ഈ അലങ്കോലത്തിനൊക്കെ ഒരു അലങ്കാരമുണ്ട്.
എൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ആകെ മൊത്തം അൽക്കുൽത്താരി എടുക്കുകയല്ലേ, പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് നടക്കുന്നുണ്ടല്ലോ. റബ്ബിഷ്. നോടക്ക അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ റബ്ബിഷ് എന്ന് വിളിക്കല്ലേ വേണം. സി, എന്ത് സാധനവും ഒന്ന് കൈ നീട്ടിയേ കിടക്കണം. എല്ലാം കൂടെ അവിടെ അടച്ചു പൂട്ടി വെച്ചാൽ അത് നടക്കൂല. ഇപ്പം ഈ റൂമിനകത്ത് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഈസിയാണ്. എന്തെങ്കിലും വേണോ ചോദിച്ചു, ഞാൻ എടുത്തു തരാം. ചോദിക്കും. ടവൽ 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 ദേ ടവൽ. ചീപ്പ് 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 അണ്ടർവെയർ അണ്ടർവെയർ അണ്ടർവെയർ. ഹൈ ആ വെച്ചോ. എടുത്തോ. പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ്. സിസേഴ്സ് സിസേഴ്സ് ചെറുതോ വലുതോ? മീഡിയം മീഡിയം മീഡിയം. വാലറ്റ് ഉണ്ടോ? വാലറ്റ് ഉണ്ടല്ലോ. പേന? പേന ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ആരും പേന ഉപയോഗിക്കാറില്ല. ഞങ്ങളൊക്കെ പെൻസിലിന്റെ ആൾക്കാരാണ്. അതാവുമ്പോ തെറ്റിയാൽ മാച്ചിട്ട് വീണ്ടും എഴുതാലോ. അതേ പേന വന്നല്ലോ. മിസ്റ്റർ ശിവനാഥ്, ദേശാടനമൊക്കെ കഴിഞ്ഞോ? അത് കഴിയുന്നില്ലല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചതാ. ആ, ആരുടെ ഇത്? പരിചയപ്പെടുത്താം. ഇത് നിഹാരിക. വെറും നിഹാരിക അല്ല, നിഹാരിക ബാനർജി. പിന്നെ ക്ലോസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിഹ എന്ന് വിളിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി വന്നതാ. കുറച്ചാണ് ഇവിടെ ആയിരിക്കും താമസം. അല്ല, എന്റെ പേനങ്ങ. അയ്യോ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മിസ്റ്റർ മാർട്ടിൻ. ഞാൻ മാർട്ടിൻ എന്ന് വിളിക്കും. ഇവിടുത്തെ ഓൾ നോളാണ്. ഈ വീട് മൊത്തം ഭരിക്കുന്ന പുള്ളിയാ. ശബ്ദം കേട്ടില്ലേ? സലോമി ചേച്ചി. സലോമി ചേച്ചിയുടെ ഭാര്യയാണ് മാർട്ടിൻ. അതെ. അല്ല കുഞ്ഞെ, എന്റെ ഭർത്താവ്. അതെ, അതാണ്. പിന്നെ ഇത് മിസ്റ്റർ ശിവനാശൻ. ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ട്രാവലർ, എന്ത് സീനും പിടിക്കും. എന്റെ ഒരു ആശാനാണെന്നോ ചേട്ടനാണെന്നോ സുഹൃത്താണെന്നോ ഒക്കെ പറയാം. പിന്നെ എന്റെ പൊന്നു മോളെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. സലോമേച്ചേ, കാപ്പി അറിയല്ലേ? 2 കാപ്പി. എനിക്ക് ചായ മതി. ആ ബെസ്റ്റ്. യവനോട് എന്റെ പൊന്നു മോളെ, ഇത് നോ ചായ സോണാ. ഈ കൂട്ടുകാരന് കാപ്പി മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇത് ഈ പാവങ്ങള് കട്ടനിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ചായപ്പൊടി പോലെ ഇവനെടുത്ത് പള്ളേ കളഞ്ഞു. നിന്റെ ചായ ബോറാണ്. നിങ്ങൾക്ക് ഞാനൊരു കാപ്പി ഇടാം. പുറത്ത് തന്നാ മതി കേട്ടാ. നമ്മളെ പുറത്ത് കാറ്റുകൊണ്ടിരിക്കും. മോളുടെ വീട്ടുകാരൊക്കെ ബാംഗ്ലൂരാണ്. എത്ര നാളായിട്ട് അറിയാം അവനെ? അധികമായിട്ടില്ല, ഒരു 2-3 ആഴ്ച. ഞാനുൾപ്പെടെ അവൻ്റെ ലൈഫിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 10 താഴെ കാണത്തുള്ളൂ. അവരെല്ലാം തന്നെ അവൻ്റെ ലൈഫിൽ കൂടിയിട്ട് വർഷങ്ങളായവരാണ്. അവരുടെ ഇടയിലേക്ക് മോളെ കൂട്ടിക്കൊണ്ട് അവൻ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ കുറച്ച് ദിവസം ഒരു പേയിങ് ഗസ്റ്റ് പോലെ. പേയിങ് ഗസ്റ്റിനും അപ്പുറത്തേക്ക് മോളെ അവൻ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതും ഒരു മുറി തുറന്നു വന്നതും ഒക്കെ. എനിക്കറിയില്ല അവനെ. അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന ചിലരുടെ കുറുമ്പുകളൊക്കെ ഉള്ളൂ. മനസ്സുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോൾ മോളറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 2 മരണങ്ങൾ കൊണ്ട് വല്ലാതെ പകച്ചുപോയൊരു മനസ്സാവൻ്റെ. അവന് 10 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം മരിച്ചു. അത് കണ്ണിൻ്റെ മുന്നിലായപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. വലുതാകുമ്പോൾ ആ പേടി മാറുമെന്നൊക്കെ ഓർത്തെങ്കിലും അപ്പോഴേക്കും ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഫോബിയായി മാറിക്കഴിഞ്ഞിരുന്നു. മരണമായ ബന്ധമുള്ള എന്തും ചത്തു കിടക്കുന്ന എറുമ്പ് പോലും ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് അവൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ കഥകളൊന്നും അറിയാത്ത ഒരാൾക്ക് ഭ്രാന്തായിട്ട് തോന്നും. പിന്നെ അവൻ്റെ അമ്മ, അവർ 2 പേരും മാത്രമായിരുന്നുകൊണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവർ തമ്മിൽ. ഒരു മുന്നറിയിപ്പുമില്ല, ഒരു അസുഖം വരുന്നു, കഷ്ടിച്ച് 1 മാസത്തെ എക്സ്ട്രീം പെയിൻ. അമ്മ പോയി, അതും അവനടുത്തിരിക്കുമ്പോൾ. ചടങ്ങുകൾക്കൊന്നും അവനില്ലായിരുന്നു. മുറിയടച്ച് ഒരേ ഇരിപ്പ്. പിന്നെ സൈക്കോളജിസ്റ്റുമാരും കൗൺസിലർമാരും മരുന്നുകളും. കുറച്ച് നാൾ എടുത്തു ഞങ്ങൾക്ക് അവനിന്ന് തിരിച്ചു കിട്ടാനേ. ഇപ്പൊ അവന് ലൈഫിനോട് വല്ലാത്ത ഭ്രാന്താണ്. അപ്പനെയും അമ്മയും കൊണ്ടുപോയ മരണത്തോട്
അവൻ തന്നെ നടത്തുന്ന യുദ്ധം. പക്ഷെ ചില സമയത്ത് അവ അതെല്ലാം മറക്കും. അപ്പോഴാണ് അവ ഒരു പക്ക ആർട്ടിസ്റ്റ് ആവുന്നത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കപ്പ് പിടി, കാപ്പി കുടി. കോഫി ഈസ് കഫേൻ, കഫേൻ ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ആരാശനെ പറഞ്ഞിട്ടുള്ളത്? നീ തന്നെ. അത് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എടോ, തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഭയങ്കര ബോറാണെന്നറിയാം ഇങ്ങനെ ബാത്റൂമിന്റെ പുറത്തുനിന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് സേഫാ, ഈ ചളിപ്പൊഴിവാക്കാലോ. ചിലപ്പോൾ ഞാനായിരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് ബാത്റൂമിന്റെ പുറത്തുനിന്നൊക്കെ പറയുന്ന ഒരാള്. പക്ഷെ ഇന്നലെ കള്ളിന്റെ പുറത്ത് പറഞ്ഞ പോലെയല്ല. ശരിക്കും താൻ വേണം, താൻ എൻ്റെ കൂടെ വേണം, താനില്ലാതെ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നല്. നമുക്കിവിടെ പെയിന്റിങ്ങും റിസർച്ചും പുസ്തകത്തിൽ തൂപ്പിൽ വയ്ക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് നമുക്ക് നൈസായിട്ടങ്ങ് കൂടാം, കുറച്ച് ഹാപ്പി ആയിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഐ ലവ് യു. താൻ ആലോചിച്ചിട്ടൊക്കെ ഇറങ്ങി വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. സലോമി ചേച്ചിയുടെ പ്രായത്തോർത്തെങ്കിലും നീ വെറുതെ വിടുമെന്ന് വിചാരിച്ചു കേട്ടോ. മാട്ടിച്ചേട്ടനൊക്കെ അറിയുന്നുണ്ടോ? അല്ല ഇതെന്താ പൂവൊക്കെ ആയിട്ട്? ഇത് ചുമ്മാ വിലക്കുറവിട്ട് പോവാ. ആണോ? വേണോ? ഫ്ലവർ വേസ്റ്റിലൊക്കെ എനിക്ക് വേണ്ട. പൂവൊക്കെ ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വന്നെയാ? അതെ. ആണോ? നമുക്ക് കല്യാണം കഴിക്കട്ടെ? അത്യാവശ്യമാണോ? അത്യാവശ്യം ചുമ്മാ നാട്ടുകാരെ ബോധിപ്പിക്കാൻ. ആണോ? ആണോ? ലൂക്ക, ഞങ്ങൾ ഈ പെൺപിള്ളേർക്ക് എക്സ്പെക്ടേഷൻസ് ഒരുപാട് കൂടുതലാണ്. അത് ഈ പ്രേമത്തിന്റെ റിലേഷൻഷിപ്പിന്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര ഓവറ. നിന്റെ പ്രപ്പോസൽ ആക്ച്വലി അത്ര പോരായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ഒരു എക്സൈറ്റ്മെന്റും ഒരു ഡ്രാമയും ഒക്കെ ആവായിരുന്നു. പിന്നെ കുറേ അധികം റൊമാൻറ്റിക്കും ആവായിരുന്നു. ലൂക്ക, നീ ഒരു സൂപ്പർ ഹീറോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നീ എന്ന ആർട്ടിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നീ എന്ന മനുഷ്യനുള്ള പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി ഇന്നത്തെ പോലെ നീ തളർന്നു പോകുമ്പോൾ ഐ റിയലി ഹേറ്റ് ദി ആർട്ടിസ്റ്റ് ഇൻ യു. ബിക്കോസ് ഐ എം മാഡ്ലി ഇൻ ലവ് വിത്ത് ദ പേഴ്സൺ യു ആർ. എടോ, താൻ എന്നെ വിട്ടിട്ട് പോവോ? ഞാനെവിടെ പോവാനാ? ഇതല്ലേ എൻ്റെ ലോകം. സലോമി ചേച്ചി പറയുന്ന പോലെ കുപ്പിയും പാട്ടയൊക്കെ പറക്കി പെയിന്റൊക്കെ അടിച്ച് ഞാനിവിടെയൊക്കെ തന്നെ കാണും. താനല്ലേ ജിപ്സി, താൻ എന്നെ ഇട്ടിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ഞാൻ എങ്ങനെ പോവും? പോയ തന്നെ എവിടം വരെ പോവും? തനിക്ക് പോകാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ലേ. ബാംഗ്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ കൽക്കത്തയിൽ അച്ഛൻ്റെ വീട്ടുകാരില്ലേ അവിടെ പോവാം. ഒന്നുമില്ലെങ്കിൽ റിസർച്ചൊക്കെ തീർത്ത് വിദേശത്ത് വല്ലതും പോയി സെറ്റിലാവാം. തനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, പറന്ന് കിടക്കാം. പക്ഷെ ഇതിൽ എവിടെ പോയാലും ഇവിടെ കിട്ടുന്നൊരു സേഫ്റ്റി ഉണ്ടല്ലോ, അത് കിട്ടുമോ? എല്ലാം ഭയങ്കര പെട്ടെന്നായി പോയെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? അയ്യേ, ആരുടെടുത്തെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നുന്നു ഇങ്ങനെ ആലോചിച്ച് പ്ലാനൊക്കെ ചെയ്യേണ്ട കാര്യമാണോ? അതൊക്കെ ഇതേപോലെ ഇങ്ങനെ നൈസായിട്ട് സംഭവിക്കണം. പിന്നെ നിൻ്റെ ഒരു ഇളക്കമൊക്കെ കണ്ടപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. ആൻഡ് സി, എൻ്റെ ഇൻറ്റ്യൂഷൻസ് തെറ്റാറില്ല. അതുകൊണ്ട് എങ്ങാനും നീ പെട്ടെന്ന് വല്ലതും ചാടിക്കയറി പ്രപ്പോസ് ചെയ്താ ഒരു യെസ് പറയാൻ ഞാൻ റെഡിയായിരുന്നു. ആണോ? ശരിക്കും? ഒരു മിനിറ്റ്. എന്താ, എവിടെ പോവാ?
ഇതെന്താ? അമ്മയുടെയോ? കണ്ണിന്റെ മുമ്പിലില്ലെങ്കിലും ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊരർത്ഥത്തിൽ. മോളെ ഒരു ചൂട് കട്ടാപ്പി തരൂ. ഈ കെട്ടൊന്ന് മാറാനാ. എടാ നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? ആ മാർട്ടി സലോമി വരാത്ത എന്താന്ന് നിനക്കറിയോ? അറിയടാ, കുഞ്ഞമ്മയ്ക്ക് സംഭവിച്ച എന്താന്ന് നിനക്കറിയോ? ആ എടാ, നിന്റെ ചുറ്റും നടക്കുന്ന എന്താന്ന് അറിയണമെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വന്ന് പറയണോ? ഇങ്ങോട്ടാ നിന്റെ ഇങ്ങോട്ടാ. എല്ലായിടത്തും എന്റെ കണ്ണെത്തണോന്ന് വെച്ചാൽ ഇന്നലെ കമ്പനിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഇറങ്ങണമെന്ന് പറഞ്ഞു. കോടതിയിൽ നിന്ന് ആ കടലാസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പോകാനാണ്. അപ്പം നിങ്ങൾ പിള്ളേര് കമ്പനിക്കാരുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചെന്നറിയില്ല. ആ കുഞ്ഞമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. 10-30 കൊല്ലമായി കെട്ടിയനെ കാത്തിരിക്കണത്. ഈ കോളനിയിലെ വീടല്ലാതെ അവർക്കൊന്നുമില്ല. അല്ല, എല്ലാവരുടെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. ആശാനും ലൂക്കയും ഹോസ്പിറ്റലിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അധികാരമുണ്ടാക്കിയ വീടാ. അങ്ങനെ വരുമ്പോ ഞാനിവിടെ വേണ്ടേ? ഞാനങ്ങ് പോകില്ല. കോർട്ട് ഓർഡർ പ്രകാരം നാളെ കോളനി ഒഴിപ്പിക്കും. അവിടെ നിന്ന് എല്ലാവരും പോകാനായിട്ട് തയ്യാറായതാണ്. അപ്പോഴാണ് കുഞ്ഞമ്മ എടുത്ത് കിണറ്റി ചാടിയത്. சத்தம் கேட்டுச்சு. கிணத்துக்கிட்ட போய் பார்த்தா கிணத்துக்குள்ள விழுந்திருந்தாங்க. செத்து போயிருப்பாங்க தான் நினைச்சேன். പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങോട്ട് ചാടി. ഭാഗ്യത്തിന് മുടി കൈ കിട്ടി, പൊക്കി അങ്ങ് കയറ്റി. ഇങ്ങോട്ട് മാറി കൊടുക്കണ്ടമില്ല. ലൂക്ക ഒന്നിങ്ങ് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നിൻ്റെ ഫ്രണ്ട്സിനോട് പറയാം. അവർ പോയി ചെയ്യട്ടെ. നീ ഓൾറെഡി നല്ല ഡിസ്റ്റർബ്ഡാ. പ്ലീസ് നമുക്ക് വീട്ടിൽ പോകാൻ ലൂക്ക. എനിക്കൊരു കുഴപ്പമില്ല, ഐ എം ഓക്കെ. നീ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടി നിൻ്റെ അവസ്ഥയാണ് ലൂക്ക. നിൻ്റെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ആർട്ടിസ്റ്റിക് ഇൻസ്റ്റിങ്സും ഒക്കെ എനിക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ അത് കാണാനും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ശക്തി നിൻ്റെ മനസ്സിലില്ലാന്ന് നീ അത് അക്സെപ്റ്റ് ചെയ്യണം ലൂക്ക. ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കണോ? നീ എന്ന് പറഞ്ഞ പോലെ കുറേ മനുഷ്യർക്ക് മനസ്സിലാവാത്ത പെയിന്റിംഗ് ഒക്കെ വരച്ച് അത് ഇവിടുത്തെ അപ്പർ ക്ലാസ്സിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പൊന്നുമലയ്ക്ക് വിറ്റ് ആ കാശ് കൊണ്ട് ഇവിടെ എല്ലാ ലക്ഷറിയുള്ള കിങ്സ് ലൈഫ് ലൈഫ് ഞാൻ ജീവിക്കുന്നതാണ് നീ വിചാരിച്ച്? അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് നിന്നെ കുറച്ച് അധികം മനസ്സിലായതുകൊണ്ടാണ് ലൂക്ക. നിനക്ക് ഇനിയും നിന്നെ മറന്നിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നീ ഇതൊക്കെ ചെയ്ത് അവസാനം എങ്ങനെ എൻഡ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് നിന്നോട് സൂചിച്ച് ജീവിക്കാനുള്ള കൊതി കാരണമൊന്നുമല്ല. അത് നിനക്ക് വേണ്ടിയാ, നീ സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. എൻ്റെ കയ്യിലുള്ള ആർട്ടിനെ ഈ പവറൊക്കെ ഉള്ളു ലൂക്ക, അത് നിനക്കില്ല. നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. യു ആർ നോട്ട് എ ഗോഡ് ഡാം സൂപ്പർ ഹീറോ. ഐ നോ. എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ എന്നെ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയ ശിവനാശൻ. പിന്നെയും ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് കൂട്ടുവന്ന സലോമി ചേച്ചിയും മാട്ടും ചേട്ടനൊക്കെ. കുഞ്ഞമ്മയുടെ കാര്യം നീയും കണ്ടല്ലേ? ഇവരൊക്കെ ചേരുന്നതാണ് എൻ്റെ ലൈഫ്. ഇവരെയൊക്കെ മറന്ന് ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് അങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നീ പോയി ചെയ്യും. കാരണം ഇതൊക്കെ നിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. പക്ഷെ എനിക്ക് നീ എൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ലൂക്ക. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും. ഞാനിത് എക്സ്റ്റെൻഡ് വരെയും പോകും. ഇതിലേക്കൊന്നും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല.
നീ എന്തിലേക്കാണോ പോകുന്നത് ഞാനും കൂടെ വരും. എനിക്കറിയാം ഈ ഒരു രാത്രി ഉള്ളൂ ഈ കോളനിക്കാർക്ക്. അവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കും ഈ ഒരു രാത്രി ഉള്ളൂ.